നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. PV അൻവർ MLAയുടെ പാലക്കാട് അലനല്ലൂരിലെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. നാട്ടുകാരിൽ ചിലർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ് ആക്രമിച്ചത് അൻവറിന്റെ പ്രതികരണം തേടുന്നതിനിടെ. ആക്രമണത്തിനു പിന്നിൽ തന്റെ അനുഭാവികളല്ലെന്ന് PV അൻവർ. ചിലർ ബോധപൂർവം പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് സംഘാടകരായ വ്യാപാരികൾ. തൃശൂരിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് തൃശൂർ തിരുവല്ല സ്വദേശികൾ. കേസിലെ 1-ാം പ്രതി തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല സ്റ്റേഷനുകളിലായി 22 കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഒഴുക്കിൽപ്പെട്ടത് ചങ്ങനാശ്ശേരി സ്വദേശി ജസ്റ്റിൻ മാത്യു. യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു. അകമലയിൽ മുൻചക്രം ഊരിത്തെറിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചുകയറി. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. PV അൻവർ MLAയുടെ പാലക്കാട് അലനല്ലൂരിലെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. അൻവറിന്റെ പ്രതികരണം തേടുന്നതിനിടെയാണ് നാട്ടുകാരിൽ ചിലർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ് ആക്രമിച്ചത്. തന്റെ അനുഭാവികളല്ല ആക്രമണത്തിന് പിന്നിലെന്ന് അൻവറും ചിലർ ബോധപൂർവം പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് സംഘാടകരായ വ്യാപാരികളും പറഞ്ഞു. VVS അലനല്ലൂർ യൂണിറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ബമ്പർ നറുക്കെടുപ്പിനായി അലനല്ലൂരിലെത്തിയതായിരുന്നു PV അൻവർ. കോട്ടയത്ത് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് അൻവറിനോട് പ്രതികരണം തേടുന്നതിനിടയിലാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുള്ള ആക്രമണം. PV അൻവർ സംസാരിച്ച് നടക്കുന്നതിനിടെ റോഡരികിൽ നിന്നയാൾ മാധ്യമപ്രവർത്തകരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചവിട്ടുകയായിരുന്നു. 4 മാധ്യമപ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത്. ഇതിനിടയിൽ നാട്ടുകാരിൽ ചിലർ ആക്രമണം നടത്തിയവർക്കെതിരെ തിരിഞ്ഞു. MLA വാഹനത്തിൽ കയറി പരിപാടി സ്ഥലത്ത് നിന്ന് മടങ്ങുകയും ചെയ്തു. പോലീസും സംഘാടകരും ഇടപെട്ടാണ് ആക്രമണം നടത്തിയവരെ പിന്തിരിപ്പിച്ചത്. PV അൻവറിന്റെ പ്രതികരണം ഇവിടെ നിന്നും തേടേണ്ടതില്ല എന്ന് മർദ്ദിച്ചയാൾ ആക്രോശിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിച്ച് ആക്രമണം നടത്തിയവർ ആരാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെന്ന് നാട്ടുകൽ പോലീസ് അറിയിച്ചു. തന്റെ അനുഭാവികൾ ആരും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കില്ലെന്ന് PV അൻവറും ആക്രമണം നടത്തിയതുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് വ്യാപാരി വ്യവസായി ഭാരവാഹികളും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അലനല്ലൂരിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. തൊഴിലിടങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ അപലപിക്കുന്നതായി യൂണിയൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്ന് KUWJ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പൈങ്കുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ചങ്ങനാശ്ശേരി സ്വദേശിയായ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ചങ്ങനാശ്ശേരി അഞ്ചമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ജസ്റ്റിൻ മാത്യുവിനെയാണ് കാണാതായത്. എറണാകുളത്ത് നിന്നും എത്തിയ സ്കൂബ ഡൈവേഴ്സിന്റെയും ഷൊർണൂർ അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിൽ യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ ബന്ധുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് ജസ്റ്റിൻ ഒഴുക്കിൽപ്പെടുന്നത്. തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ ഫഹദിന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘവും ചെറുതുരുത്തി പോലീസിന്റെയും മുങ്ങൽ വിദഗ്ധൻ നിഷാദിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും വെളിച്ചക്കുറവ് മൂലം രാത്രി 8:30 തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഷൊർണൂർ അഗ്നിരക്ഷാസേനയുടെയും എറണാകുളത്ത് നിന്നെത്തിയ സ്കൂബ ഡൈവേഴ്സിന്റെയും നേതൃത്വത്തിൽ ഞായറാഴ്ച തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചു. ശനിയാഴ്ച രാവിലെയാണ് ജസ്റ്റിൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കിള്ളിമംഗലത്തുള്ള ബന്ധുവീട്ടിലെത്തുന്നത്. ഏകദേശം ഇന്നലെ വൈകുന്നേരമാണ് അവരും സുഹൃത്തുക്കളും കുടുംബക്കാരും കൂടി പുഴയിലേക്ക് വന്നത്. അവിടുന്ന് പെട്ടെന്ന് ചുഴിയിൽ പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ പുഴയിലേക്ക് താന്നു പോവുകയാണ്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെറുതുരുത്തി സ്റ്റേഷൻ പോലീസിലും എല്ലാവരും വന്നിരുന്നു. പക്ഷേ രാത്രി വൈകി 9 മണിയാകുമ്പോൾ തെരച്ചിൽ നടത്തി. ഇന്ന് കാലത്തപ്പോൾ ഫയർഫോഴ്സും സ്കൂബ ടീമും എത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ അദ്ദേഹത്തെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ മുഖ്യപ്രതിയടക്കം 5 പേർ പിടിയിൽ. ഇക്കഴിഞ്ഞ 25-ന് ദേശീയപാതയിലെ PG കല്ലിടുക്കിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് 5 പേരെ അറസ്റ്റ് ചെയ്തത്.
മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സ്വർണ്ണ കവർച്ച കേസിൽ 2 പത്തനംതിട്ട സ്വദേശികളും 3 തൃശൂർ സ്വദേശികളുമാണ് മണ്ണുത്തി, പീച്ചി, വിയ്യൂർ, ഒല്ലൂർ പോലീസ് അന്വേഷണ സംഘവും സാഗോക് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. 29 വയസ്സുള്ള പത്തനംതിട്ട തിരുവല്ല സ്വദേശി റോഷൻ വർഗീസ്, 23 വയസ്സുള്ള തിരുവല്ല സ്വദേശി ഷിജോ വർഗീസ്, തൃശൂർ SN പുരം സ്വദേശി 26 വയസ്സുള്ള സിദ്ദിഖ്, തൃശൂർ നെല്ലായി സ്വദേശി 24 വയസ്സുള്ള നിശാന്ത്, കയ്പമംഗലം സ്വദേശി 36 വയസ്സുള്ള നിഖിൽനാഥ് എന്നിവരാണ് പിടിയിലായത്. സിദ്ദിഖ്, നിശാന്ത്, നിഖിൽനാഥ് എന്നിവരെ കുതിരാനിൽ നിന്നാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ നടത്തിയതിൽ തിരുവല്ലയിൽ നിന്നാണ് ഷിജോ വർഗീസ്, റോഷൻ വർഗീസ് എന്നിവരെ പിടികൂടിയത്. പ്രതികൾ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യാജ നമ്പർ പ്ലേറ്റ് അന്വേഷണത്തിൽ വെല്ലുവിളിയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സ്ക്വാഡിനും പോലീസുകാർക്കും കിട്ടിയ രഹസ്യ വിവരമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. പ്രതികൾ ഉപയോഗിച്ച 2 വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. കവർച്ചയുടെ പ്രധാന സൂത്രധാരൻ റോഷൻ വർഗീസാണെന്നും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. 1-ാം പ്രതിക്ക് തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല എന്നീ സ്റ്റേഷനുകളിലായി 22 കേസുകളും 2-ാം പ്രതിക്ക് തിരുവല്ല, കോട്ടയം, ഗാന്ധിനഗർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9 കേസുകളും 3-ാം പ്രതിക്ക് മതിലകം, കൊടുങ്ങല്ലൂർ, മൂവാറ്റുപുഴ എന്നീ സ്റ്റേഷനുകളിലായി 8 കേസുകളും 4-ാം പ്രതിക്ക് കൊണ്ടോട്ടി സ്റ്റേഷനിൽ 1 കേസും 5-ാം പ്രതിക്ക് മതിലകം, കാട്ടൂർ, കൊടുങ്ങല്ലൂർ എന്നീ സ്റ്റേഷനുകളിലായി 12 കേസുകളും നിലവിലുള്ളതായി അന്വേഷണത്തിൽ അറിവായിട്ടുണ്ട്. പ്രതികൾ പുത്തൂരിൽ കൊണ്ടുപോയി ഇറക്കിയ പോട്ട സ്വദേശിയായ വ്യക്തി ഒല്ലൂർ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിൽ ടോൾ പ്ലാസകൾ പരിശോധിച്ചും വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും അന്വേഷണം നടത്തി. പിന്നീട് പ്രതികൾ ഉപേക്ഷിച്ച കാർ നടത്തറയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരം ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ 25-നാണ് ദേശീയപാതയിൽ പീച്ചി കല്ലിടുക്കെന്ന സ്ഥലത്ത് വെച്ച് കോയമ്പത്തൂരിൽ നിന്ന് പണി കഴിപ്പിച്ച 2.5 കിലോ സ്വർണവുമായി വാഹനത്തിൽ മടങ്ങി വന്നിരുന്ന 2 പേരെ കല്ലിടുക്കിൽ വെച്ച് 3 വാഹനങ്ങളിൽ വന്ന് തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പ്രതികൾ സ്വർണം കവർന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുൻചക്രം ഊരിത്തെറിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ അകമല ശാസ്താ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റു. രാവിലെ 6:15ഓടെയായിരുന്നു അപകടം. തൃശൂർ നഗരത്തിലോടുന്ന സൗത്ത് കൊണ്ടാഴി സ്വദേശി കൊട്ടത്ത് വീട്ടിൽ 55 വയസ്സുള്ള ബാബുവിൻ്റെ ഓട്ടോറിക്ഷയാണ് രാവിലെ 6:15ഓടെ അപകടത്തിൽപ്പെട്ടത്. മുൻവശത്തെ ചക്രം ഊരിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ അകമല ശാസ്താ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ബാബുവിൻ്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊണ്ടാഴിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൻ്റെ മുൻഭാഗവും ക്ഷേത്രത്തിൻ്റെ സുരക്ഷാവേലിയും ഭാഗികമായി തകർന്നു. സുരക്ഷാവേലിയോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനത്തിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അമ്പലപ്പാറ വാണിവിലാസിനിയിൽ കുഴിച്ചിട്ട നിലയിൽ 500 ലിറ്റർ വാഷ് കണ്ടെത്തി. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെടുത്തത്. ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ അമ്പലപ്പാറ സെക്കൻഡ് വില്ലേജ് വാണിവിലാസിനി തണ്ട റോഡ് പാടത്തിൻ്റെ വശത്തുകൂടി ഒഴുകുന്ന തോടിന് സമീപമാണ് കുഴിച്ചിട്ട നിലയിൽ വാഷ് കണ്ടെത്തിയത്. 500 ലിറ്റർ കൊള്ളുന്ന പ്ലാസ്റ്റിക് ബാരലിലാണ് ആളില്ലാത്ത നിലയിൽ വാഷ് സൂക്ഷിച്ചിരുന്നത്. സാമ്പിൾ ശേഖരിച്ച ശേഷം ബാക്കി വാഷും ബാരലും സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു. റേഞ്ച് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ N. പ്രേമാനന്ദകുമാറും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെടുത്തത്. റെയ്ഡിൽ WCEOമാരായ സന്ധ്യ, രജനി എന്നിവർ പങ്കെടുത്തു. സംഭവത്തിൽ പ്രതികളെ പിടികൂടാനായിട്ടില്ല. പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ആൻറോഡ് തോടിന് സമീപം വരോട് മലയിൽ നിന്നും വരുന്ന എവിടെ താഴത്തേക്ക് കൊടുക്കാം മനക്കപ്പടി ഭാഗത്തേക്ക് പോകുന്ന തോടിൽ ആൻറോഡ് തോടിൻ്റെ കരയിൽ തൺറോഡ് തോടിൻ്റെ കരയിൽ വെച്ച് 500 ലിറ്റർ കൊള്ളുന്ന കറുപ്പ് സിൻഡെക്സ് ടാങ്കിൽ നിറയെ വാഷ് കുഴിച്ചിട്ട് നിലയിൽ കാണപ്പെട്ടത്.
ഈ 1ഉം 2ഉം ഒഴിവിൻ്റെ ഒന്നാം തീയതി 2ആം തീയതി ഒഴിവിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സ്പെഷ്യൽ വാറ്റ് പോലെ തോന്നുന്നത്. കുറച്ച് കാലമായിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. സ്പെഷ്യൽ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ സാധനമാണ്. സാമ്പിൾ കഴിച്ച് ബാക്കി വാഷും മറ്റു സിൻഡെക്സ് ടാങ്ക് സംഭവകാലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചിട്ടുള്ളത്. കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അത് നശിപ്പിച്ചിട്ടുള്ളതാണ്. സാധനം കുഴിച്ചിട്ട നിലയിലാണ് കാണപ്പെട്ടത്. വാഷ് സൂക്ഷിച്ച് വെച്ചത് സുമാർ അന്വേഷണത്തിലാണ്. പഴയ ആൾക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അന്വേഷണം നടത്തി വരുന്നുണ്ട്. കൂടുതൽ വൈകാതെ അതിൻ്റെ ആൾക്കാരെ കിട്ടുന്നതാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് കുടുംബമേള നടന്നു. KSSPU പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ തന്നെ കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് പിന്നെ PMനും അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. പേരിട്ട് പറയില്ല. അങ്ങനെയുള്ള കുറേ ആളുകളുടെ ഒരു സംഘടിതമായുള്ള ചില പ്രവർത്തനവും അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കുറഞ്ഞ തോതിലെങ്കിലും നമുക്ക് സാങ്കേതിക പരിചരണ പ്രവർത്തന മേഖല ഇവിടെ കുറേയൊക്കെ വളർത്താൻ കഴിഞ്ഞത്. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് കമലം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി EM ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ വെച്ച് 80 വയസ്സ് കഴിഞ്ഞവരെയും വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും നടന്നു. തിളങ്ങുന്നൊരു രാവിൽ മുകളിലേക്കു നോക്കി വെറുതെ കിടക്കണം. ദൂരെ ദൂരെ മിന്നി മിന്നിക്കൊണ്ടിരിക്കും നക്ഷത്ര ചങ്ങാതികളെ കണ്ണു തുറന്നു കാണണം. ആകാശം നിലാവിൽ തിളങ്ങുന്നൊരു രാവിൽ മുകളിലേക്കു നോക്കി വെറുതെ കിടക്കണം. ആദരിക്കൽ സദസ്സ് KP സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് വിശിഷ്ട വ്യക്തിയായ സത്യൻ മാഷെ KSSPU ബ്ലോക്ക് സെക്രട്ടറി KM ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. 80 വയസ്സ് പിന്നിട്ട മുതിർന്ന അംഗങ്ങളായ N പത്മാവതി ടീച്ചർ, ചേക്കാമു മാസ്റ്റർ, സൈസുന്നീസ ബീഗം, K ബാലൻ, C ശാന്തകുമാരി എന്നിവരെയും ആദരിച്ചു. ഇവർക്കുള്ള ഉപഹാര സമർപ്പണം M രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KM ഗംഗാധരൻ, AK അജിത ടീച്ചർ, M കമലം എന്നിവർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ കാഞ്ഞിരമ്പാറ ബാബ ഉപ്പാപ്പയുടെ ഉറൂസ് മുബാറക് വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. PK ഇമ്പിച്ചിക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ തെരുവ് ജുമാ മസ്ജിദ് ഖത്തീബ് അബൂബക്കർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. KC മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി. PM യൂസഫ്, KSM ഷരീഫ്, K റഷീദ് മുസ്ലിയാർ, KM ഹനീഫ, KM അബ്ദുൽ ഹക്കീം, PA അയൂബ്, KM ഹമീദ്, ഹംസ ഹാജി, KM ഹസൻ എന്നിവർ സംസാരിച്ചു. ഭയങ്കരമായ ഒരു കുഷ്ഠരോഗം പിടിപെട്ടിരിക്കുന്നു. ആ കുഷ്ഠരോഗം എന്ന് പറയുന്നത് മാരകമായ രോഗമാണ്. ഞങ്ങൾ പല വൈദ്യന്മാരെ സമീപിച്ചു, ഹോസ്പിറ്റലിൽ പോയി പലവരെയും സമീപിച്ചിട്ട് ആ രോഗത്തിന് ശമനം കിട്ടുന്നില്ല. ഇതങ്ങൾ പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഓടിക്കല്ല ചെയ്തത്. കുറേ നേരം മിണ്ടാതിരുന്നു കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക, അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ആ രോഗമാണെന്ന് പോയിരിക്കുമെന്ന് പറഞ്ഞു. മൗലിദ് പാരായണം, പ്രാർത്ഥന, അന്നദാനം എന്നിവയും ഉണ്ടായി. നിരവധി പേർ മഖാമിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. അകലൂർ വെസ്റ്റ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ 25ാം വാർഷികവും ഓണാഘോഷവും കുടുംബമേളയും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് M മോഹൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഏത് കാര്യവും ചങ്കൂറ്റത്തോടെ ചെയ്യുന്ന കേരളത്തിലെ ഒരു സമുന്നത നേതാവാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി T സുകുമാരൻ സാറ്. നിങ്ങൾക്കറിയാം, ഏത് കാര്യങ്ങളും ഇന്ന് നമ്മുടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഇലക്ഷൻ വന്നോട്ടെ, വേറെ ഏത് കാര്യങ്ങൾ വന്നോട്ടെ, എന്താണ് ജനറൽ സെക്രട്ടറി പറയുന്നത് അത് ആലോചിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് നമുക്കുള്ളത്. രാവിലെ കരയോഗം പ്രസിഡന്റ് മുകുന്ദൻ നായർ പതാക ഉയർത്തിയതോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. പരിപാടിയിൽ കരയോഗം പ്രസിഡന്റ് മുകുന്ദൻ നായർ അധ്യക്ഷനായി. ശങ്കരനാരായണൻ, രാമചന്ദ്രൻ നായർ, ഉണ്ണികൃഷ്ണൻ, ശിവദാസൻ മാസ്റ്റർ, ശാന്തി ശങ്കരനാരായണൻ, രജിത ബാബു, അജിത രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി മുരളീധരൻ സ്വാഗതവും കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല.
ICDS ഒറ്റപ്പാലം അഡീഷണൽ ബ്ലോക്ക് തല പോഷകാഹാരമേള വാണിയംകുളം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പോഷകമാസാചരണത്തിന്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ കേരള സമൂഹം അല്ലെങ്കിൽ പൊതുവായി നമ്മുടെ ആളുകൾ നേരത്തെ പട്ടിണിയുടെ ഒരു കാലം ഉണ്ടാകും. ആ കാലത്ത് നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ കുറവായി. പട്ടിണിയുടെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ കുറവാകുകയും പട്ടിണിയൊക്കെ മാറി നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമായി നമ്മുടെ ഭക്ഷണ രീതിയിൽ വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ CDPO PM ശ്രീജ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ്, ബയാന, പ്രത്യൂഷ കാനാത്ത്, M ഉമൈറ, CC ജിതിൻ, KV സുജിത്ത് എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാർ ഒരുക്കിയ പോഷകാഹാരങ്ങളുടെ പ്രദർശനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മരുതൂർ വൈലിരിക്കാവ് ചേന്തോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ആയില്യമകം താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന നിവേദ്യ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. നാഗപൂജ, സർപ്പബലി വെച്ച് നിവേദ്യം എന്നീ ചടങ്ങുകളോടെയാണ് മരുതൂർ വൈലിരിക്കാവ് ചേന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയില്യമകം മഹോത്സവം ആഘോഷിച്ചത്. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് നടന്ന നിവേദ്യത്തിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് അടുപ്പിലേക്ക് ആദ്യ അഗ്നി പകർന്നു. ക്ഷേത്ര മേൽശാന്തി പുലശ്ശേരി മനക്കൽ ഗിരീശൻ നമ്പൂതിരിപ്പാട് നിവേദ്യ സമർപ്പണത്തിന് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ടാവണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. വൈലിരിക്കാവ് ദേവീക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവിയെ ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠ ചെയ്ത് ക്ഷേത്രം പുനർനിർമ്മിക്കുകയാണ്. ഇന്ന് പൊങ്കാല നടക്കുകയാണ്. നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ പുതിയ ശ്രീകോവിൽ പണി കഴിച്ച് ദേവിയെ പുനഃപ്രതിഷ്ഠ നടത്തണമെന്നാണ് എല്ലാ ഭക്തജനങ്ങളുടെയും ആഗ്രഹം. വൈകുന്നേരം സർപ്പബലി, നിറമാല, ചുറ്റുവിളക്ക്, താലപ്പൊലി എന്നിവയുമുണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. PV അൻവർ MLAയുടെ പാലക്കാട് അലനല്ലൂരിലെ പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. നാട്ടുകാരിൽ ചിലർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ് ആക്രമിച്ചത് അൻവറിന്റെ പ്രതികരണം തേടുന്നതിനിടെ. ആക്രമണത്തിനു പിന്നിൽ തന്റെ അനുഭാവികളല്ലെന്ന് PV അൻവർ. ചിലർ ബോധപൂർവം പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് സംഘാടകരായ വ്യാപാരികൾ. തൃശൂരിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് തൃശൂർ തിരുവല്ല സ്വദേശികൾ. കേസിലെ 1-ാം പ്രതി തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല സ്റ്റേഷനുകളിലായി 22 കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഒഴുക്കിൽപ്പെട്ടത് ചങ്ങനാശ്ശേരി സ്വദേശി ജസ്റ്റിൻ മാത്യു. യുവാവിനായുള്ള തിരച്ചിൽ തുടരുന്നു. അകമലയിൽ മുൻചക്രം ഊരിത്തെറിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചുകയറി. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.